ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. വിരുന്നിന്റെ ഇന്നത്തെ അതിഥിയെ നമ്മുടെ വിരുന്നിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് പരിചയപ്പെടുത്താം. ഏകദേശം 20 പരം വർഷമായി ആയുർവേദ ചികിത്സാ രംഗത്തും അതുപോലെ തന്നെ റിസർച്ചിങ് മേഖലയിലും സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിത്വം. ശ്രീ വൈദ്യനാഥം എന്ന വലിയൊരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററാണ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറും കൂടിയായിട്ടുള്ള ശ്രീകുമാർ സാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ മുൻ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ ഒരു മേഖലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആയുർവേദ മേഖലയിൽ കൂടി തന്നെ സഞ്ചരിച്ച് ഒരുപാട് രോഗങ്ങൾക്കുള്ള പ്രതിവിധി കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും ശ്രീ വൈദ്യനാഥത്തിൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളും ശ്രീകുമാർ സാറിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്കൊരല്പസമയം പങ്കുവെക്കാം. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീകുമാർ സാറിൻ്റെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. ഇതിന്റെ ഒരു തുടക്കത്തെ കുറിച്ച് തന്നെ ചോദിച്ചറിയാം. കാരണം നമ്മളിൽ കാണുന്ന പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഡോക്ടറിന്റെ തുടക്ക കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു പറയും? ഒരു 23 വർഷത്തിന് 25 വർഷം ചോടെയായി നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മൾ വളരെ ചെറിയ രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. എല്ലാവരും തുടങ്ങി. ഇപ്പോഴും വലുതായി എന്നല്ല പറയുന്നത്, ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ തന്നെ പോകുന്നു. അപ്പോൾ അന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരാൾ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യാനുണ്ടായിരുന്നത്. അച്ഛനും അമ്മേൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, സഹോദരന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങളും ബാക്കി എല്ലാവരും നാട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ കോഴിക്കോടിന്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ പറയാം. ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഈ ഒരു പ്രദേശം മാത്രമല്ല, ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന രോഗികൾ ഇപ്പം നമ്മൾ കേരളക്കരയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തും അതുപോലെ രാജ്യത്തിന് പുറത്തുമുള്ള നിരവധി രോഗികൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ചികിത്സ തേടി എത്താറുണ്ട്. ഇപ്പോൾ നമ്മളുടെ ശ്രീ വൈദ്യനാഥത്തിൽ പ്രധാനമായും ചെയ്യുന്ന ചികിത്സാ രീതികൾ പറയും. പ്രത്യേകിച്ച് എല്ലാ രോഗങ്ങളും വരാറുണ്ട്, എന്നാലും പ്രത്യേകമായിട്ട് വരുന്നത് ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്. ലംബാർ സ്പൈൻ ഡിസീസാണ് അധികം കൂടുതൽ വരുന്നത്. അതിപ്പോൾ തേക്കൽസ കംപ്രഷൻ മുതൽക്ക് റൂട്ട് കംപ്രഷൻ വന്നിട്ട് കാല് തരുത്ത് പോയി സർജറി ചെയ്യാൻ വെച്ച കേസുകളൊക്കെ ആണെങ്കിൽ അത് അറിയുന്ന ആളുകൾ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ വരും. ഇപ്പോൾ ഡിസ്ക് ബൾജ് ചെയ്തിട്ടൊക്കെ റൂട്ട് കുടുങ്ങി പോകുന്ന കേസൊക്കെ ഉണ്ട്. ഭയങ്കര തരുത്ത് പോയിട്ട് ഭയങ്കര വേദനയ്ക്ക് അനക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ സാധാരണ നമുക്കൊരു ചികിത്സ ഉണ്ട്, മർമ്മധാര എന്ന് പറഞ്ഞിട്ട്. ആ ധാര ചെയ്തിട്ട് 4, 5, 6 ദിവസം ധാര ചെയ്താൽ മാത്രമേ ആ വേദനയ്ക്ക് നല്ല ശമനം വരുള്ളൂ. അതെ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റാണ്. അതെ അത് ചെയ്തിട്ട് വേദന നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ വേദന ഉള്ള ആളെ ഒരിക്കലും പാത്തിയിലേക്ക് കയറ്റാനോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ പറ്റില്ല. അതെ ആ വേദനയും ലേബവും ചെയ്തിട്ട് വേദന നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം അത് അധികം ഹോസ്പിറ്റലിൽ നിന്നൊക്കെയാണ് നമുക്ക് വരിക. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേക്കും വരിക. സർജറി ചെയ്യാൻ പേടിയുള്ള ആളുകളാണ് വരിക. അത് കംപ്ലീറ്റ് തരുത്തു പോവും. ഭയങ്കര പെയിനായിരിക്കും, സഹിക്കാൻ കാലം നനക്കാൻ പോലും പറ്റില്ല, കരച്ചിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അധികം കൊണ്ടുവരുന്ന കേസ് അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ആംബുലൻസ് എടുക്കുക കൊണ്ടുവരിക അറിയുന്ന ആളുകളെ. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ കൊണ്ടുവന്നാൽ നമ്മളോട് ആദ്യം ചെയ്യുക, നമുക്ക് പെയിൻ കില്ലറൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക നേരെ മർമ്മധാരയ്ക്ക് കയറ്റുക. ഇപ്പോൾ ചിലർക്ക് രാവിലെയും വൈകിട്ടും ധാര വേണ്ടി വരും. ചിലർക്ക് ഒരു നേരം മാത്രം ധാര ചെയ്ത് നല്ല ലേബ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ലേബുണ്ട്, കൂട്ട് 21 കൂട്ട് ലേബ് എന്നാണ് പറയാം. അത് തേപ്പിട്ട് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അത് കഴുകും. പിന്നെയും ഈ ലേബ് ഇടും. അതിങ്ങനെ ഒരു 3-4 മണിക്കൂർ ഇടവിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു 6-7 ദിവസം ആകുമ്പോഴേക്കും ആളെന്താ വെച്ചാൽ ആ വേദനയൊക്കെ സഹിച്ച് ഒന്ന് എഴുന്നേക്കാനൊക്കെ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ തന്നെ പാത്തിയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് വന്ന ആൾ സുഖമായിട്ട് നടന്നങ്ങ് പോകും. അതെ ട്രീറ്റ്മെൻറ്റ് അതെ സാധാരണ അതെ അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏതാണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മളിലേക്ക് എത്തുന്ന രോഗികൾ അധികം പിന്നെ സോറിയാസിസ് ഉണ്ടാവും. അതേമാതിരി ആസ്മ, അലർജി കേസ്. ഇപ്പോൾ അലർജിക്ക് മാത്രമേ നമ്മുടെ അടുത്തൊരു എണ്ണ ഉണ്ട്, അത് പ്രത്യേക തൈല. അതെ അത് ശ്വാസസഞ്ജീവനി എന്ന് പറഞ്ഞൊരു തൈല. അപ്പോൾ ആ തൈലം സാധാരണ ഉപയോഗിച്ചാൽ തന്നെ ഒരു 70% ആളുകൾക്കും ഈ സ്ഥിരമായിട്ട് ഈ നമ്മുടെ സ്പ്രേ ഒക്കെ അടിക്കുന്ന ആളുകളുണ്ടല്ലോ, ദിവസം 2 നേരമൊക്കെ സ്പ്രേ അടിക്കണം. അവർക്ക് ഇൻഹേലർ യൂസ് ചെയ്യണം. അപ്പോൾ അത് യൂസ് ചെയ്താൽ മാത്രമേ അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ രാത്രി. അങ്ങനത്തെ കുറേ കേസ് വരും. അപ്പോൾ ആ കേസൊക്കെ ഇവിടെ വരുമ്പോൾ 2-3 ദിവസം അത് അടിക്കും. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് എണ്ണ വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അത് അടിക്കണ്ട. അങ്ങനെ പോയ എത്രയോ കേസുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇൻഹേലർ ഒഴിവാക്കി അത്രയോ ആളുകൾ. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു പ്രധാനപ്പെട്ട അവിടെ തൃശ്ശൂർ സിറ്റി തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു കക്ഷിയുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് വൈഫ് അദ്ദേഹം കൂടി ട്രീറ്റ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രശ്നം അദ്ദേഹം ഗൾഫൊക്കെ ഒഴിവാക്കി വന്നൊരു കക്ഷിയാണ്.
അപ്പോൾ നല്ല ബിസിനസ് ചെയ്യുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഹേലർ യൂസ് ചെയ്യാണ്ട് ഉറങ്ങാനേ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന ഒരു ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഹേലർ ഒന്ന് ഒഴിവാക്കി നോക്കാം. സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. ഇവൻ ഇന്ന് ഒരാൾ ഇൻഹേലർ യൂസ് ചെയ്തില്ല. ഇല്ല ആ എണ്ണയ്ക്ക് ഒരു പ്രത്യേകത. ആ എണ്ണ അദ്ദേഹം ഇപ്പോഴും വയ്ക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഈ നമ്മൾ ഈ എണ്ണയും നമ്മുടെ മരുന്നുകളുടെയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊക്കെ ചെയ്യുന്നതും ഇത് തയ്യാറാക്കുന്നതും നമ്മൾ തന്നെയാണ്, നമ്മുടെ സെന്റർ തന്നെയാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടി, നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉത്തമമായിട്ടുള്ള നര, പിന്നെ നമ്മുടെ തുടക്കക്കാർക്കൊക്കെ വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണ നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ ഉണ്ട്. അതായത് തലമുടിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിരക്ക് ഒരുപാട് കുറയുന്നുണ്ട്. മാത്രമല്ല സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് നിരക്കുന്നുമില്ല. അല്ല, സ്ഥിരമായിട്ട് എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ഒരു 12 വർഷമൊക്കെ ആയിട്ട് 15 വർഷമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ അറിയാം. അവരൊക്കെ ഇപ്പം തന്നെ ആ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ ഡയോ മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ടായി. പിന്നെ ചില ആളുകൾക്ക് അകാല നേരം ബാധിച്ച ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് പിന്നെ മറ്റു നിവൃത്തിയൊന്നുമില്ല. പക്ഷെ എന്നാലും അവർക്കത് തേച്ച് പോവുകയാണെങ്കിൽ അതിൻ്റെ തോത് കുറയും, പെട്ടെന്ന് വെളുക്കുന്നത് കുറയും, അത്രയേ ഉള്ളൂ. അപ്പൊ നല്ലൊരു കാര്യം തന്നെയാണ്. അതെ അകാലനര ബാധിച്ചവർക്ക് ഇപ്പം ഒരുപാട് കാലമായിട്ടുണ്ടെങ്കിൽ അത് മാറാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ളതൊന്നും വന്നിട്ടില്ല. അതിന് സാധാരണ ഈ ഡൈ ആണ് പലരും. പക്ഷെ പിന്നീടുള്ള മുടികൾ നരയ്ക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇത് പിന്നെ ഒരുപാട് സമയം പിന്നെ വെളുത്തിരിക്കാനും തടയാനുള്ള ഒരു ശേഷി മരുന്ന്. അത്രയേ ഉള്ളൂ. ഹൃദയരസായനത്തിൻ്റെ ഒരു പ്രത്യേകത, മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഹാർട്ടിനെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതേമാതിരി റീകറിറ്റേഷനൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കേസൊക്കെ വരുന്ന കേസിൽ തീരെ നടക്കാനൊക്കെ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട് ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ നമ്മൾ അറിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മരുന്ന് കഴിക്കാൻ കൊടുക്കും. അപ്പോൾ ഇത് കഴിച്ചൊരു 2-3 ദിവസം കഴിക്കുമ്പോഴേക്കും അവർക്ക് എന്താ ശരിക്കും നടക്കാൻ പറ്റും. നല്ലൊരു 1-2 കിലോമീറ്ററൊക്കെ നടന്ന് വരാൻ പറഞ്ഞവർ വരും. അതാണ് ആ മരുന്ന്. കഴിക്കാനും ബുദ്ധിമുട്ടില്ല. അത് മരുന്ന് തേന് പോലുള്ളൊരു മരുന്നാണ്. തേന് പോലെ ഉണ്ടാവും നമ്മൾ കാണാൻ. ആർക്കും വേണമെങ്കിൽ കഴിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. പിന്നീടുള്ള നമ്മൾ മരുന്നുകളെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നമ്മുടെ ഡെങ്കുവിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ കൊടുത്തിരുന്നൊരു മരുന്നുണ്ട്. അന്ന് എല്ലാവർക്കും പ്ലേറ്റ്ലെറ്റ് ഇതാവുന്ന പോകുന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു, അറിയാലോ. അപ്പോൾ പപ്പായൻ്റെ ഇലയൊക്കെ കഴിച്ചിട്ട് നാട്ടിലൊക്കെ ഭയങ്കര പ്രചാരത്തിലുള്ള. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ബൃഹത് സിന്ദൂരം എന്നൊരു സിന്ദൂരം നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. അത് 4 ദിവസം കൊടുത്താൽ 5ാമത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും അത് പ്ലേറ്റ്ലെറ്റ് കൂടിയിട്ടുണ്ട്. കടനായിട്ട് ആർക്കും അറിയില്ല. അത്രയും ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ സാധനം. അതെ പ്ലേറ്റ്ലെറ്റ് കൂടാം. പക്ഷെ അത് ആ ഡെങ്കുവിൻ്റെ കേസിലാണ് കൂടുതൽ റിസൾട്ട് ഉള്ളത് നമുക്ക് ആ സമയത്ത്. അല്ലാതെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നവർക്കും നമ്മൾ തേടി വരാറുണ്ട് ആളുകൾ. ആ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അതെ അതിന് റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ റിസൾട്ടിന്റെയും നമ്മളുടെ ഈ മരുന്നുകളുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇത്രയും വർഷങ്ങളുടെ ആ ഒരു സേവനം അല്ലെങ്കിൽ നമ്മുടെ ചികിത്സാ ജീവിതത്തിൽ ഒരു നല്ലൊരു അനുഭവത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അനുഭവം ഒത്തിരി ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ, പെട്ടെന്ന് പറയുന്നൊരു കാര്യം, ഒരാളെ ആംബുലൻസ് കൊണ്ടുവന്നൊരു കഥ ഉണ്ട്. അദ്ദേഹത്തിന് ഡിസ്ക് കുടുങ്ങിപ്പോയിട്ട് അദ്ദേഹം ഡിസ്കിനുള്ളിൽ റൂട്ട് കുടുങ്ങിപ്പോയി റൂട്ട് കംപ്രഷനായിട്ട് വന്നൊരു കേസായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനും കിടക്കാനൊന്നും വയ്യ. അദ്ദേഹം ബാംഗ്ലൂരാണ് കക്ഷി. അപ്പോൾ കക്ഷി കോഴിക്കോട്ടെ ആരോ ബന്ധപ്പെട്ട്, ഇവിടെയാണല്ലോ കുറേ ആൾക്കാർ അറിവിൽ ചികിത്സകളൊക്കെ ഉള്ളൊരു സ്ഥലം, പ്രത്യേക ചികിത്സകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കോഴിക്കോട് ബന്ധപ്പെട്ടത് ആരോ പറഞ്ഞു കൊടുത്തിട്ട് നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ സർജറി ചെയ്യാൻ പേടിച്ചിട്ട് കക്ഷി അവിടുന്ന് തന്നെ ഒരു ആംബുലൻസൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ വന്നാ ഡയറക്റ്റ് വന്നു. അപ്പോൾ വന്നപ്പോൾ കക്ഷിയാണ് നല്ല ഹൈറ്റും നല്ല വെയിറ്റൊക്കെ ഉണ്ട്. കക്ഷി 90-98 കിലോനൊക്കെ ഉണ്ട്, 100 കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ കക്ഷിൻ്റെ ഡിസ്കിൻ്റെ ഈ പ്രശ്നം വെച്ച് അനങ്ങാണ്ട് വന്നാൽ അപ്പോൾ എന്നോട് ഡോക്ടർ എനിക്ക് സർജറി ചെയ്യാൻ പേടിയാണ്, ഇതെങ്ങനെയും ഒന്ന് മാറ്റിത്തരണോ? അപ്പോൾ ഞാൻ പറഞ്ഞു മാറ്റുന്ന ആളൊക്കെ ഞാനല്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം, പ്രശ്നമാവും. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി ഇതേമാതിരി തന്നെ മർമ്മധാരയൊക്കെ ചെയ്തു. ശരിയായിട്ട് ആളൊരു 10-28-32 ദിവസം ഇവിടെ നിന്നു. ആ ട്രീറ്റ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ആൾ ഇവിടുന്ന് നേരെ രാത്രിത്തെ ബസ്സിനാണ് പോയത്.
ഫസ്റ്റ് എത്ര ദിവസം? 28 ദിവസം കഴിഞ്ഞു. 28 ദിവസത്തിനകം കഴിഞ്ഞ് അയാള് കോഴിക്കോട് നിന്ന് ബസ് ഉണ്ടല്ലോ അങ്ങോട്ട് രാത്രിയില്. പരിപൂർണ്ണമായിട്ടും പിന്നീട് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ തന്നെ പറഞ്ഞു ഈ നടിരിക്കുന്ന സമയമൊക്കെ ആണല്ലോ, അപ്പൊ കഴിയുന്നോ അങ്ങനെ പോകരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കക്ഷിക്ക് എന്തായാലും പോയേ പറ്റൂ. സത്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം ഇതൊക്കെ ചെയ്ത് റെഡിയാക്കി അവിടെ എത്തുമ്പോഴേക്ക് പക്ഷെ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ആള് സുഖമായിരിക്കുന്നു, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യവാനായിരിക്കുന്നു. വൈഫും ഒക്കെ വരും ഇവിടെ വന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെറിയ മെഡിസിനൊക്കെ കാണിച്ചിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചു പോകും. അതുപോലെ തന്നെ ശ്രീ ആയുർവേദ, സിദ്ധ, യോഗ, നാച്ചുറോപ്പതി, കളരിവർമ്മ ട്രീറ്റ്മെന്റ് എല്ലാം സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മികച്ച ഒരു സ്ഥാപനമാണ്. അതിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ നാച്ചുറോപ്പതി മേഖല, അതിലേക്ക് ആ ഒരു മേഖലയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, പ്രകൃതി ചികിത്സ നല്ലൊരു ചികിത്സാ രീതിയും നല്ലൊരു ജീവിത രീതിയാണ്. പക്ഷേ ചികിത്സ നമ്മൾ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടൊരു ചികിത്സയല്ലല്ലോ. അപ്പം നമ്മളതിൽ ഭക്ഷണം മരുന്നാണ് എന്നുള്ളൊരു കണ്ടീഷൻ്റെ ഒരു ജീവിത രീതിയായിട്ട് കാണേണ്ടതാണ് ശരിക്കും അതിനെ. അതെ, അങ്ങനെയാണ് കൂടെ നമ്മൾ അവരോട് പറയാം, നല്ല രീതിയിൽ ജീവിക്കുക, ഭക്ഷണം ക്രമീകരിക്കുക, പഥ്യത്തിൽ ജീവിക്കുക, അതിൻ്റെ കൂടെ യോഗയും വ്യായാമം ഒക്കെ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അതുപോലെ തന്നെ ഈ ആയുർവേദം എന്ന് പറയുന്ന ഈ ഒരു ആയുഷിന്റെ വേദം എന്ന് നമ്മള് കൂടി ലോകത്തിന് കൊടുത്ത ഈ ഒരു സിസ്റ്റത്തെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമൂഹം അതിനെ എത്രമാത്രം അതിനൊരു വില കൽപ്പിക്കുന്നുണ്ട് എന്ന്. ആയുർവേദം നല്ലൊരു ശാസ്ത്രമാണ്. നേരത്തെ പറഞ്ഞ ആയുഷോ വേദ ഇത് ആയുർവേദ. അപ്പോൾ ആയുർവേദം സിദ്ധയും നമ്മുടെ കളരിമർമ്മ ചികിത്സയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ ഒരു വൈഡായിട്ടുള്ളൊരു സംഭവമാണ് ആയുർവേദം. ആയുർവേദം നമുക്ക് മൊത്തത്തിൽ നമുക്ക് പറയാം എല്ലാം ഒരേ സംഭവം തന്നെ, സിദ്ധയ്ക്കും ഒരു കുറച്ചൊരു മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആയുർവേദത്തിൻ്റെ ശരിയായ രീതിയിലുള്ള വളർച്ചയ്ക്ക് കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും തുടക്കത്തിൽ നമ്മൾ സർക്കാരുകൾ ചെയ്തിട്ടില്ല. കാരണം അതിന് വേണ്ടത്ര റിസർച്ച് വരാനോ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവാനോ അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയപ്പം എല്ലാം ഒന്നും പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല. പലതും പലരും കയ്യിൽ ഒതുങ്ങി നിൽക്കുക. ഇതിനെല്ലാം പരിപോഷിപ്പിച്ചിട്ട് ഇത് സമൂഹത്തിന് മൊത്തമായിട്ട് കൊടുക്കാനുള്ളൊരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വിശ്വാസയോഗ്യമായിട്ട് വന്നിട്ടില്ല. പലതും എനിക്ക് തോന്നുന്നത് കൺസോളിഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പലതും നാശത്തിൻ്റെ പാതയിലുമാണ്. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വിപണിയിൽ കാണുന്ന ഒരു സാധനം ഇന്നിപ്പോൾ നമ്മൾ വാങ്ങാൻ പോയ ഒരു മരുന്നിന് നാളെ വാങ്ങാൻ ചെല്ലുമ്പോൾ 10-12 ഇരട്ടിയാണ്. ഇപ്പോൾ ജീവന്തി എന്ന് പറയും, അടപ്പതിയൻ കിഴങ്ങ്, ഈ മരുന്ന് ചേർക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കിയിട്ട് ഒരു കമ്പനിക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം 3000 രൂപയായിരിക്കും കിലോ മരുന്നിന്. എങ്ങനെ വിൽക്കും? അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നില്ല. അവരതിന് വേണ്ട ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. എല്ലാ സർക്കാരുകളും കണക്കാണ്. നമ്മൾ ഒരു സർക്കാരിനെയും പറയില്ല, രാഷ്ട്രീയം പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഓരോ ഭാരതീയൻ്റെയും ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും ജീനിലുള്ളതാണ് ആയുർവേദം. അതാണ് അതിന് പ്രത്യേകത. അല്ലാണ്ട് അതിന് വേറൊന്നുമില്ല, എല്ലാ ഭാരതീയൻ്റെയും. അപ്പോൾ നമ്മൾ ജീനിലടങ്ങിയിരിക്കുന്ന ഈ ശാസ്ത്രത്തിനെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരെയും ആവശ്യമാണ്. ഇന്ന് ലോകത്തിനൊരു ജീവിത രീതിയാണിത്. കാരണം ഏറ്റവും പാർശ്വഫലങ്ങൾ കുറഞ്ഞൊരു ചികിത്സാ രീതി എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വസ്ഥവൃത്തൊക്കെ നമ്മൾ ആചരിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം ആരോഗ്യവാനായി ജീവിക്കാനുള്ള വഴി ആയുർവേദം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് ശുദ്ധമായിട്ടുള്ള മരുന്നുകളും കൃത്യമായിട്ടുള്ള എന്താ പറയുക ഒരു നിഷ്കർഷയോടുള്ള അതിൻ്റെ നിർമ്മാണവും അത് വിതരണവും ഒക്കെ ചേർന്നിട്ട് അത് സത്യസന്ധമായിട്ട് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട. തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടുള്ള ആൻസർ തന്നെയാണ്. ഞാൻ എൻ്റെ മുൻ പ്രോഗ്രാമിൽ ഒരു ഡോക്ടറുമായിട്ട് ഇതുപോലെ ഒരു ചർച്ചയിൽ എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ആയുർവേദ മെഡിസിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഒട്ടുമിക്ക പിന്നെ അതിൻ്റെ മരുന്നുകളും അല്ലെങ്കിൽ അങ്ങാടി ഐറ്റംസുകളും കോഴിക്കോട് കിട്ടും. കോഴിക്കോട് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇത് കോഴിക്കോട് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ വയനാട് മേഖലകൾ മറ്റുള്ള മേഖലയും അല്ല, ഇവിടെ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആ ഒരു ഇത് നമുക്ക് കോഴിക്കോട് നിന്ന് കളക്ട് ചെയ്യാൻ കിട്ടും. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റിന് എത്രമാത്രം നമുക്ക് അതിന് വിശ്വാസ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ഇതിന്റെ ഒരു കേന്ദ്രമായിട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഈ മാർക്കറ്റിൽ ലഭ്യമാക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഗവൺമെന്റ് ത്രൂ ഈ ഒരു മേഖലയ്ക്ക് തരുവാണെങ്കിൽ അതിന്റെ ഒരു വിശ്വാസ്യത വർദ്ധിക്കുന്ന ഒരു സിസ്റ്റം കൂടിയല്ലേ? തീർച്ചയായിട്ടും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുറേ മരുന്നുകളിൽ സർക്കാരും പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ ഈ ആയുർവേദത്തിനെ മറന്നുകൊണ്ട് ഒരുപാട് നടപടികൾ എടുത്തിട്ടുണ്ട്. പല മരുന്നുകളും ചേർക്കുന്നതിന് വനം വകുപ്പിൻ്റെയൊക്കെ പ്രത്യേക അനുമതിയൊക്കെ വേണം. അപ്പോൾ ഇതിന്
വനംവകുപ്പ് ചെയ്യുന്നതിന് നമ്മൾ തെറ്റാന്നല്ല പറയുന്നത്. ഇതിനകത്തൊരു പ്രശ്നം എന്താ പറയുക, സർക്കാർ ഇടപെട്ടിട്ട് ഇതൊന്നും നിരോധിക്കല്ല വേണ്ടത്. ഇതൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതോടൊപ്പം അത് പരിപോഷിപ്പിച്ച് അത് ലഭ്യമാക്കാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംമാതിരി കാടുണ്ട്, ഒക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അതിനെ എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ള സംവിധാനം നിരോധിക്കാൻ എളുപ്പമാണ്. ഒരു ദിവസം മതി, നാളെ അത് ഉപയോഗിക്കണമെന്ന് പറയാം അല്ലേ? അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ അങ്ങനെ ചേരേണ്ട ഒരു മരുന്ന് അതിൽ ചേരുന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ എന്ത് ചെയ്യും, വ്യക്തമായിട്ട് അത് ബാധിക്കും. ഇതിനെ എതിർക്കുന്നവരുണ്ടാവും, നമ്മളതിനൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ചോദിക്കുന്നത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ വിപണിയിൽ പോയാൽ ഇന്നിപ്പോൾ സമുദ്രപ്പഴം എന്നൊരു മരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു മരുന്ന്, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന, പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഗുരുനാഥന്മാർ വെച്ചിരുന്ന ആ മരുന്ന് ഇന്ന് വിപണിയിൽ പോയി ചോദിച്ചാൽ അറിയാത്തവൻ വിടും. കാരണം അതിന് പകരം ഒരു പരുത്തി പഞ്ഞി പോലെ ഒരു സാധനം എടുത്തു കൊടുക്കും. സമുദ്രപ്പഴം ശരിക്കും സമുദ്രപ്പഴം ഇപ്പോൾ വരുന്നില്ല, കിട്ടാനില്ല. അപ്പോൾ അത് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആ ഒരു മരുന്നിനും അതിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. ഭയങ്കര വ്യത്യാസം. കാരണം ആ സാധനം നിർമ്മിക്കാനേ പറ്റില്ല. അങ്ങനെ നിർമ്മാണം നടത്തിയ ഒരുപാട് മരുന്നുകളുണ്ട്. പണ്ട് കറുപ്പ് ചേരുന്ന ഒരുപാട് മരുന്നുകളുണ്ടായിരുന്നു. അപ്പോൾ കറുപ്പ് ആളുകൾ തെറ്റായി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അത് മറ്റൊരു പരത്തിലേക്ക് പോയി നേരെ നാർക്കോട്ടിക് സിസ്റ്റത്തിൽ അതിനകത്തേക്ക് അങ്ങോട്ട് പോയതോടുകൂടി പിന്നെ ആ കറുപ്പ് ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ വന്നു. പിന്നെ കറുപ്പ് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് മരുന്നുണ്ട്. കഞ്ചാവൊക്കെ ചേരുന്ന മരുന്നുണ്ട്. പിന്നെ പഞ്ചസാര കുളം തന്നെ മരുന്നുണ്ട്, ഗംഭീര മരുന്നാണ്. പക്ഷെ അത് കഞ്ചാവ് ഇരുപലം, മാഞ്ചിയരപ്പലം, അശ്വഗന്ധം ഫലം മാറുകൊണ്ട് ഇങ്ങനെ ഒക്കെ ഉണക്കി പൊടിച്ചുകൊണ്ട് അതിൽ കൽക്കണ്ടി 40 ചേർത്താൻ കരച്ചുടന്ന് പറഞ്ഞിട്ട് ഒരു യോഗമാണത്. പണ്ടത്തെ യോഗം പ്രമാണമുണ്ട്. പിന്നെ പഞ്ചസാര കുളം നല്ല തേനും നിറവും നെയ്യും അഞ്ചാതെ നാണയാഴി ഓരോന്നും മുരളി സംചിതമാക്കി ചമച്ചു വെച്ചാതിര അഞ്ചാതെ തിപ്പലി ചിറ്ററത്ത വെച്ച് ആരരിക്കൊട്ടം ജടാമാഞ്ചികാകുളി എഷ്ടി പുലത്രയ മക്രാമിരുവേരി ചന്ദനായിക്കുമ്പം കരിങ്ങാരി ജീരവും കന്നാരമോടിയ മങ്ങവും മജീജവും ജാതിക്കാതനോടെ പുഷ്പവും പശുവാശി മായാക്ക് വാൽമുളകും ക്ഷീരവും ആകവേ 6 നിഷ്കം ഓരോന്നിവ കഞ്ചാവ് ഇരുപലം, മാഞ്ചിയരപ്പലം, അശ്വഗന്ധം ഫലം മാറുകൊണ്ട് ഇങ്ങനെ കവയണക്കി പൊടിച്ചുകൊണ്ടേ കൽക്കണ്ടി 40 ചേർത്താൻ കരച്ചിന് വെച്ചു പരിപാടി മാത്രം ഭുക്തമനുസരിച്ച് വഞ്ചിച്ചിടും. കായം ഉണങ്ങിയവരും വ്യാധിപിത്തങ്ങളും മേഹങ്ങളിരുവതും ശ്വാസകാശങ്ങളും വയറ്റിലുള്ള ആവരണം വിദ്രയും ഛർദിയുമെല്ലാം നാശമായി വരും. വാദങ്ങൾ 50 വർദ്ധിച്ചിടും. ധാതുക്കൾ 7 നിരന്തരം പഞ്ചസാര കുളം നല്ല രസായന പഞ്ചാത മാമുനി ചൊല്ലി ഞാനിങ്ങനെ ആണ് യോഗം ഉണ്ട്. പക്ഷെ ആ മരുന്നിൻ്റെ വിപണിയിൽ ഗംഭീര രസായനമാണ്. വസിഷ്ഠ പിന്നെ രസായനമൊക്കെ ഉണ്ട്. അതേമാതിരി ഭാർഗവപ്രവൃത്ത രസായനമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ എത്രയോ മേലെ നിൽക്കുന്ന രസായനം അത്. തീപ്പൊള്ളൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളടുത്ത് തന്നെ ഒരുപാട് മരുന്നുകളുണ്ട്. ഒരു 4-5 തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലും കൂടുതലും യോഗങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്ന് എന്ന് പറയുന്ന ഒരു പടക്കമൊക്കെ നിർമ്മിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. അവർ വർഷങ്ങളായിട്ട് പടക്കം പൊട്ടിത്തെറിച്ചാൽ പൊള്ളിയിട്ട് എത്രയോ ആളുകൾ രക്ഷപ്പെട്ടൊരു മരുന്നുണ്ട്. അപ്പോൾ അത് അത്രയും പരിചിതമായൊരു മരുന്നാണ്. ഇത്രയും ആളുകളിൽ 60% പൊള്ളിക്കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടൊരു മരുന്ന്. അപ്പോൾ അങ്ങനെ ആ മരുന്നിനെ പറ്റി കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു അന്വേഷകനാണല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോവുകയും എനിക്ക് ആ മരുന്നിനെക്കുറിച്ച് പറഞ്ഞു തന്നാൽ തിരക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മൾ അറിയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ആ മരുന്ന് നിങ്ങൾക്കല്ലാണ്ട് ആർക്കാ തരിക എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനിവാസൻ എന്നാണ് പേര്. ശ്രീനിവാസൻ എന്നായിരുന്നു അച്ഛൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു അറിയപ്പെടുന്നൊരു കുടുംബക്കാരൻ. അവർ പടക്കം ഇപ്പോഴും നിർമ്മിക്കുന്നുണ്ട്. കാരന്തൂർ പുഴേൻ്റെ അക്കരെയാണ് താമസം. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ആ യോഗം പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ആ യോഗം ഉണ്ടാക്കി ഞാൻ കുറേ ആളുകൾ കൊടുത്തു. ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ അത് ഉപകാരമായിട്ടുണ്ട്. അപ്പം അങ്ങനെ അനവധി മരുന്നുകൾ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് മറഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ആയുർവേദ ഗ്രന്ഥത്തിൽ മാത്രമല്ല, ഓരോ കുടുംബത്തിൻ്റെ അടുത്തും പഴയ കാലത്ത് പണ്ട് കാലത്തെ വലിയ തറവാടുകളിലൊക്കെ തന്നെ ഈ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട അനവധി ഗ്രന്ഥങ്ങളും അനവധി ചികിത്സാ പദ്ധതികളും നിലവിലുണ്ടായിരുന്നു. പാരമ്പര്യമായിട്ട് അവരെ കൈമാറി പോകുന്നതും ഇഷ്ടംമാരുണ്ട്. എത്രയോ ആൾ ഇന്നുണ്ട്. ഇന്നും എൻ്റെ കയ്യിൽ താളിയോല ഉണ്ട്. ഒരു വലിയ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥത്തിലൊക്കെ ഉള്ള യോഗങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയും മാത്രം മരുന്നുകളുണ്ട്. അപ്പോൾ ഇത്തരം മരുന്നുകളൊക്കെ പലതും ഒളിഞ്ഞു കിടക്കും. ഇതൊന്നും പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ സർക്കാർ ചെയ്യണം. അതോടൊപ്പം ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം മരുന്നുകളെ കൂടുതലായിട്ട് വലിയൊരു ക്വാണ്ടിറ്റി നിർമ്മിച്ച് ഇതേമാതിരി തോണികളൊക്കെ ചമച്ചിട്ട് അതിൻ്റെ അകത്തൊരു 60% 70% പൊള്ളിയ ആളുകളൊക്കെ നമ്മുടെ ഡോക്ടർമാരെയും മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ അനുവാദത്തോടു കൂടി ഇങ്ങനൊരു സംഭവം ഉണ്ട്. അത് ഇൻറ്റേർണൽ ഒന്നല്ലല്ലോ. അപ്പോൾ അവർക്കുള്ള ചികിത്സകളൊക്കെ അവർക്ക് ചെയ്യാം. ഈ എക്സ്റ്റേണലായി ട്രീറ്റ്മെൻറ്റോട് തന്നെ ഒരുപാട് ഗുണം കിട്ടും. അപ്പം മനുഷ്യന് വേണ്ടിയിട്ട് ചിന്തിക്കുക, അല്ലാണ്ട് എൻ്റെ സിസ്റ്റമാണ് വലുത് എന്നുള്ള ഭാവത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയോ ആൾ രക്ഷപ്പെടും. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും തീ പൊള്ളിയോരും മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പുറത്തുള്ളവർക്ക് അതറിയില്ല. അപ്പോൾ അതിന് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അത് ഉപയോഗിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെയധികം നന്ദി ഡോക്ടർ. വളരെയധികം നന്ദി ഡോക്ടർ. വിലപ്പെട്ട കുറച്ച് സമയം തീർച്ചയായിട്ടും നമ്മുടെ വിരുന്ന് പ്രോഗ്രാമിന് ഒരു മുതൽക്കിട്ടാണ് ഈ പ്രോഗ്രാം. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തോന്നുന്നു. ഡോക്ടറിന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ജനങ്ങൾക്ക് ആശ്വാസകരമാകട്ടെ. ഈ നമ്മളീ പറഞ്ഞതുപോലെ തന്നെ ഈ
ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവർക്ക് തീർച്ചയായിട്ടും അവരിലേക്ക് നമ്മൾ എത്തുക, അല്ലെങ്കിൽ നമ്മളെ അവരിലേക്ക് എത്തിക്കുക, അത് നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ശ്രീ വൈദ്യനാഥം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഇനിയുള്ള പ്രവർത്തനങ്ങളും ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ ഇനി ഡോക്ടറിന്റെയും അതുപോലെ നമ്മുടെ സെന്ററിന്റെയും മനസ്സിലുള്ള ആ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഒരു ലക്ഷ്യം എപ്പോഴും ഉണ്ടാകുമല്ലോ, എന്താണ്? തീർച്ചയായിട്ടും നമ്മളൊരു പുതിയൊരു ഹോസ്പിറ്റലിന്റെ ഒരു ചിന്തയിലാണ്. അതിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കണം. അതോടൊപ്പം കുറച്ച് നമ്മുടേതായ കുറച്ച് മരുന്നുകൾ പാറ്റന്റിനൊക്കെ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കണം. പിന്നെ മനുഷ്യന് ഉപകാരപ്രദമായ, നമുക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായ കുറേ മരുന്നുകളെങ്കിലും നമുക്ക് നിർമ്മിച്ചിട്ട് നമ്മളത് വിൽക്കുക, ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതിലുപരി അതൊരു സാമൂഹ്യ സേവനമായിട്ട് നാളെ മാറണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എല്ലാവരെയും സഹകരണം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കുകയാണ്. വളരെ ഇപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറിന്റെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാനിന്, താങ്കളുടെ മനസ്സിലുള്ള ലക്ഷ്യത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് വിലപ്പെട്ട സമയത്ത് അല്പസമയം പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.